ഹൃദയം ലോലാകാനുള്ള, ഹൃദയം മിനുസമാകാനുള്ള, മനസ്സ് ശുദ്ധമാകാനുള്ള, ശാന്തത കൈവരാനുള്ള ഒരു മാർഗം തരും ഹൃദയകാഠിന്യത്തിന്റെ ഒരു കാരണം. ഖുർആൻ പറഞ്ഞു തരും, ذلك بأنه مستحب الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين أولئك الذين طبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون. അതെന്തുകൊണ്ടെന്നാൽ ഐഹിക ജീവിതത്തെ, ഈ ദുനിയാവിലെ ജീവിതത്തെ പരലോകത്തെക്കാളും കൂടുതൽ അവരങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആകട്ടെ കാഫിറുകളായ ആളുകളെ ഹിദായത്തിലാക്കുന്നതല്ല. എന്നിട്ട് റബ്ബ് പറയാ, ഉലൈകല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം വസംഇഹിം വഅബ്സാരിഹിം. ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചകൾക്കും അള്ളാഹു മുദ്ര വെച്ചിട്ടുള്ള ഒരു വിഭാഗമാകുന്നു അക്കൂട്ടർ. വഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരശ്രദ്ധയിലാണെന്ന് പഠിച്ചു പറഞ്ഞത്. ഹൃദയത്തിന് മുദ്ര, കേൾവിക്ക് മുദ്ര, കാഴ്ചയ്ക്ക് മുദ്ര. അതായത് ഈ ഹൃദയം തുറന്ന് യാതൊന്നും ശ്രദ്ധിക്കൂല, ഈ ചെവി കൊണ്ട് നല്ലതൊന്നും കേൾക്കൂല, ഈ കണ്ണുകൊണ്ട് നല്ലതൊന്നും കാണൂല. അവരെ ഹൃദയത്തിൽ അല്ലാഹു മൂടിയിട്ടുണ്ടെന്ന്. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യും? ഹൃദയം ഉറച്ചു പോകും. ഒരു നന്മയും ആ ഹൃദയത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിക്കാം മൂന്നാമതൊരു വിഭാഗത്തെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു തിന്മയും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവനവനെ ഭംഗിയായി തോന്നിപ്പിക്കപ്പെടും. പലിശ വാങ്ങുന്നത് ഗുരുതരമായ പാപമായി തോന്നില്ല. അവനവന്റെ ദാമ്പത്യ ജീവിതത്തെ മോശമായി കൊണ്ടുപോകൽ ഒരു ഗുരുതരമായ തെറ്റായി തോന്നില്ല. ആളുകൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിലെ നിയമത്തിനൊന്നിനെ അവനവന്റെ ഇടകളിൽ ഒരാൾ പാലിച്ചതിന്റെ പേരിൽ അവരോട് കോപത്തോടുകൂടി പെരുമാറുന്ന, ദേഷ്യത്തോടുകൂടി പെരുമാറുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ബോധ്യമാകേണ്ടത്, ഏതൊരു തിന്മയും പിശാച് നമുക്ക് നീ ഭംഗിയാക്കി തോന്നിപ്പിക്കും. എന്റെ ശരികേടുകൾ, എന്റെ തിന്മകൾ എനിക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രു നന്നാക്കി തോന്നിപ്പിക്കും. ഞാൻ പലിശ വാങ്ങിയാലും യാതൊരു കുഴപ്പമില്ല, ഞാനൊരു കേബിളിന്റെ മുന്നിൽ നിന്നിട്ട് ഹറാമ് കണ്ടാലും എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല, ഞാൻ ഒരാളെ തെറി വിളിച്ചാലും ഒരാളോട് ദേഷ്യപ്പെട്ടാലും അത് സ്വന്തം ഭർത്താവിനോടായാലും സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പച്ചത്തെറി പറഞ്ഞു പോയാലും എന്റെ ഹൃദയത്തിനകത്തതൊരു വേവലാതിയും സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് പിശാച് അവനത് ഭംഗിയായി തോന്നിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതറിയോ, വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോവുകയാണ് ഉണ്ടായത്. എങ്ങനെ ഹൃദയം കടുത്തുപോയതറിയോ? അവർ ചെയ്തുകൊണ്ടിരുന്നത് പിശാച് അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിക്കുകയും ചെയ്തു. എന്ത് തിന്മ ചെയ്താലും ഭംഗിയായി തോന്നാം. ഇതൊക്കെ ഇപ്പൊ നാട്ടില് നടക്കുന്നൊരു കാര്യമല്ലേ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പലതും ന്യായീകരിക്കണം. ഇങ്ങനെ ന്യായീകരിക്കുന്നൊരു മനസ്സ് എന്നുണ്ടായോ അന്ന് ആ മനസ്സ് അസ്വസ്ഥമായി തീരും. കാരണം എന്തിനാ മനുഷ്യൻ ന്യായീകരിക്കണത്? അള്ളാഹുവും റസൂലും ന്യായീകരിക്കാത്തതിന്. ഏത് തിന്മയെ ഒരാൾ ന്യായീകരിച്ചോ അയാൾ ന്യായീകരിക്കുന്നത് എന്തിനാണെന്നറിയോ? അള്ളാഹുവും റസൂലും വെറുത്തതിനെ, വിമ്മിഷ്ടം പ്രകടിപ്പിച്ചതിനെ, നരകത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞതിനെ. ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട്, ആണുങ്ങളെ, നോമ്പാണ്, ക്ഷമ ഏറ്റവും ആവശ്യമുള്ള സമയം. പക്ഷെ നമുക്കൊന്നുകൂടെ ദേഷ്യം തോന്നിയാല് ചിലപ്പോൾ നമ്മൾ നല്ലൊരു ചീത്തണ് പറയും. ആരോട് ആദ്യം നമ്മൾ ചീത്തറിയാം? അങ്ങാടി തോറ്റ അമ്മാനോടെന്ന് പറയും. അമ്മാനോടല്ല, കുട്ടികളെ അമ്മാനോടാ പറയാം ആദ്യം, അല്ലേ? നല്ല ദേഷ്യം തോന്നി മുപ്പത്തിരും ആദ്യ ദേഷ്യം തീർക്കൽ എവിടെയാണ്? അവനാന്റെ പുതിയാപ്പിളിനോടാണ്. പക്ഷെ ആ തീർക്കുന്നതിൽ ഇസ്ലാം പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നുപോയാൽ ഉറപ്പിച്ചോളി, അത് നാശത്തിന്റെ കുഴിതൊണ്ടല്ലോ. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ബ്രാക്കറ്റിൽ പറയാം. നിങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടിച്ചാൽ മതി. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സ്ത്രീകളോടും എനിക്കൊരു വാക്ക്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരേ ഒരാളാണ്.
സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വേണമെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ സത്യവിശ്വാസികളും അതിലൂടെ പ്രവേശിക്കുമെന്ന് പറയാം. ആ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് മാത്രം പഠിച്ചവൻ രണ്ടാമതൊരു ഓപ്ഷൻ കൊടുത്തു. അതെന്തറിയോ? സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും സ്ത്രീകൾക്ക് കടന്നു പോകാം. എങ്ങനെ? അതിന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്താ വെച്ചാല്, ഒന്നാമത്തെ വിഷയം 5 നേരത്തെ നമസ്കാരം സഹോദരിമാര് കണിശമായി നിർവഹിക്കണേ. കൃത്യമായി റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണേ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയത്, നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയത്തെ കാത്തു സൂക്ഷിക്കണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയത് എന്താ അറിയോ? വഅത്വാഅത് സൗജഹാ, നിങ്ങൾ തന്റെ ഭർത്താവിനെ, തന്റെ ഇണയെ അനുസരിക്കണേ. ആ അനുസരണ കൂടി നിങ്ങളിൽ ഉണ്ടായാൽ പടച്ച റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങളിൽ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനോട് ദേഷ്യപ്പെടരുതേ. അള്ളാഹുവിന്റെ ദീനിനെതിരായി ഒരു വിഷയത്തിലും ഭർത്താവിന് അനുസരണമില്ല. പക്ഷേ ദീനുമായി ബന്ധപ്പെട്ട ഏതേത് കാര്യങ്ങളിലും ഭർത്താവിനെ അനുസരിക്കൽ നിർബന്ധമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ എന്നറിയോ? അടുക്കള പണിയിലാണ് ഒരു സ്ത്രീ, അവൾ അടുക്കളയിൽ ജോലിയില്ല. ആ അടുക്കള ജോലിപ്പണിക്കിടയിൽ തന്റെ ഭർത്താവ് അയാളുടെ ആവശ്യത്തിലേക്ക് എങ്കിലാ പെണ്ണ ആവശ്യം നിറവേറ്റി കൊടുക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമുക്ക് ആരാ പറഞ്ഞിരുന്ന അറിയങ്ങള്? ആരാ പറഞ്ഞിരുന്ന അറിയോ? അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയ പത്നി, നമ്മുടെ ഉമ്മ, ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ഉമ്മമാരിൽ ഒരാൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. നമ്മുടെ ഉമ്മച്ചി നമുക്ക് പറഞ്ഞുതരാണ് റസൂലുള്ളാഹിന്റെ ഈ വാക്ക്. ആ കൂട്ടത്തിൽ ഉമ്മ പറഞ്ഞു ഒന്നും കൂടി ഉണ്ട്, ഒട്ടകപ്പുറത്താണ് ഒരു പെണ്ണിരിക്കുന്നതെങ്കിലും ഭർത്താവിനെ വിളിച്ച് ഇറങ്ങിന് വരണമെന്നാണ്. ഇതൊക്കെ ഒരു പക്ഷേ നമ്മുടെ സ്ത്രീകൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ ശബ്ദം കേൾക്കണ ആരെങ്കിലും വിചാരിക്കും ഇതൊരു പുരുഷാധിപത്യല്ലേ? അല്ല, ഇത് ഇസ്ലാമിന്റെ ഒരു ആധിപത്യം. സ്ത്രീക്ക് സ്വർഗം കിട്ടാനുള്ള മാർഗം. ശരി, ഇവിടെയാണ് ഏതെങ്കിലും അർത്ഥത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ സ്വർഗം നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന ഒരു സംഗതിയായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി ഈ വിഷയത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് വളരെയധികം സ്നേഹബുദ്ധിയ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ പരിഹാരം തരും.